ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കൂടുതൽ ഇളക്കല്ലേ. ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ ഒരാഴ്ച കൂടി കൂട്ടി കൊടുക്കാനും എന്നെ കിട്ടില്ല. വൃത്തിയിട്ടവനെ പിള്ളേരുള്ള വീടാണ്. അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഞാൻ കാണിച്ചൊന്നുമില്ല. നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നുമില്ലടാ. അത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്റെ മോനാളി തന്നതാണ്. ഞാൻ കൊടുത്തൊന്നുമല്ല. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാൻ കണ്ടു. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തർക്കങ്ങളാവാം, ചർച്ചകളാവാം. പക്ഷേ സഭ്യമല്ലാത്ത ചേഷ്ടകളോ വാക്കുകളോ ഒരു കാരണവശാലും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. ചിലപ്പോ മോള് പുറത്താവും. എനിക്ക് അങ്ങനെ ആരുടെയും കാല് കഴിയും മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്ക് അറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് ആൾ അറിയും. ഇത് നിരവധി കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്. ആ നിലവാരം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടിച്ചായ. ഇതൊരു താക്കീതാണ്. ഇനി ആവർത്തിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരും. അല്ല, വലിയ ചിരിയും കളിയൊന്നും വേണ്ട. അവരുടെ പിന്നാലെ നിങ്ങളും പോരും. ചെയ്തത് വളരെ മോശമായിട്ട് ഒരു ഗസ്റ്ററാണ്. ഒരിക്കലും ഒരു പബ്ലിക് വേദിയിൽ ഒരാളോടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചെയ്ത പൊതുവേദിയിലും ജനങ്ങളോടും ജാസ്മിനോടും വളരെ ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ചു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.